അഥവാ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു വളർന്ന ആ വിശ്വാസത്തിൻ്റെ ശക്തി തന്നെയാണ് എൻ്റെ ജീവിതത്തിന്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഞാൻ എന്നും എൻ്റെ ലൈഫിന് ഞാൻ ഡ്രീം ചെയ്യുമ്പോൾ കാണുമായിരുന്നു ഫുൾ സോഷ്യൽ സർവീസ് ആയിരിക്കണം. അതേസമയം കുട്ടിക്കാലത്ത് എനിക്ക് ബ്രഹ്മകുമാരിസിൽ വരും മുന്നേ ഒരു സന്യാസിയാവണം എന്നൊരു വിചാരമൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എൻ്റെ ലൈഫിലെ സ്വപ്നം ഞാൻ ഒറ്റയ്ക്കായിരിക്കണം, എനിക്ക് എൻ്റെ സംഗീതം എനിക്ക് കൂട്ടുവേണം, എനിക്ക് എൻ്റെ ഫ്രീഡം എൻ്റെ കൂടെ വേണം, ഒപ്പം എനിക്ക് സോഷ്യൽ സർവീസിന് വേണ്ടി ഫുൾ ടൈം ചെയ്യാൻ പറ്റണം, ആവശ്യത്തിലധികം എനിക്ക് പഠിക്കാൻ പറ്റണം, ജ്ഞാനം ലോകത്തിന് പകർന്നു നൽകണം, ഏതൊക്കെ മനുഷ്യന്മാർ ദുഃഖവും അശാന്തി അനുഭവിക്കുന്നു അവർക്കൊക്കെ ഒരു താങ്ങാവണം, തണലാവണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫിലെ ഡ്രീം എന്ന് പറയുന്നത്. ആ ഡ്രീം ഞാൻ സ്വന്തമാക്കിയതും ഈ വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ തന്നെയാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സന്തോഷത്തോടു കൂടി പൂർണ്ണ സംതൃപ്തമായൊരു ജീവിതമാണ് നയിക്കുന്നത്. ഞാൻ എന്ത് സ്വപ്നം കണ്ടോ ആ സ്വപ്നം ഞാൻ ബ്രഹ്മകുമാരീസിലെ ഒരു സന്യാസിനിയായി സ്വീകരിക്കാൻ കാരണം ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി ഒരു മൂലക്കിരുന്ന് ധ്യാനിച്ച് മിണ്ടാതിരിക്കാനല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യന്മാരുടെ മനസ്സിനെ മാറ്റിക്കൊണ്ട് കരയുന്നവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ആയിരക്കണക്കിന് മാതാപിതാക്കളുടെ കണ്ണീരൊപ്പാൻ ഒരു നിമിത്തമാവാൻ വേണ്ടി, നൂറുകണക്കിന് യുവാക്കൾക്ക് വഴികാട്ടിയാവാൻ വേണ്ടി, ഒരുപാട് സഹോദരിമാരുടെ ശക്തിയാകാൻ വേണ്ടി, ലോകത്തിൽ നിന്ന് അധർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപന ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്ന ഓർഗനൈസേഷനാണ് ബ്രഹ്മകുമാരീസ്.